ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു മുട്ടക്കറി ഉണ്ടാക്കാം കേട്ടോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അതിനുവേണ്ടി നമ്മൾ കുക്കറിൽ മുട്ടയും 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2-3 ഉരുളക്കിഴങ്ങും നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 2 വിസിൽ മതിയാവും. അതിനുശേഷം അത് ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തൊലി കളയാനായിട്ട് നല്ല ഈസി ആയിരിക്കും. കണ്ടില്ലേ, ഇതുപോലെ ഉരുളക്കിഴങ്ങ് നല്ല തൊലി കളഞ്ഞ് ചെറിയ ചെറിയ പീസസ് ആക്കി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു സവാളയോ ചെറിയ ഉള്ളിയോ ആഡ് ചെയ്യുക. അതിനകത്തേക്ക് കുറച്ച് ഉപ്പിടുക, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക, ആവശ്യത്തിന് മുളക് പൊടി ഇടുക. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമ്മൾ തിളപ്പിക്കുക. അതെല്ലാം ഒന്ന് തിളച്ച് വരണം. അതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങ നമ്മൾ ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തേങ്ങയും ജീരകവും കൂടി ചേർത്താണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിക്കുക. അതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടി ആഡ് ചെയ്യുക. എഗ് മസാല ഉണ്ടെങ്കിൽ എഗ് മസാല ആഡ് ചെയ്യാം. ഞാനിപ്പോൾ വെജ് മസാലയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് മുട്ട 2ആയിട്ട് മുറിച്ച് അതിനകത്തേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് പാത്രം കൊണ്ട് പട്ടം ചുറ്റിച്ച് അത് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വറ തയ്യാറാക്കി ഇടുക. അതിന് വേണ്ടി കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സവാള ഉണ്ടെങ്കിൽ സവാള ആയാലും മതി, കറിവേപ്പില, കൊല്ലമുളക്, പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ടാൽ ഒരു അടിപൊളി മുട്ടക്കറി റെഡിയാവും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഓഫീസിൽ പോകുന്നവർക്ക് രാവിലെ ഇതുണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതുമായി ലഞ്ചിനുള്ളതുമായി ഒരു ടെൻഷനില്ല, നിങ്ങൾക്ക് ഓഫീസിൽ പോവാം. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്